ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് റിനി. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കരിമീൻ പൊള്ളിച്ചത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലത്തെ 2 ചെറിയ കരിമീനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഇതുപോലെ വരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഈ കരിമീൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആദ്യം തന്നെ ഈ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒരുമിച്ചാക്കിയെടുക്കാം. എന്നിട്ടൊരു പേസ്റ്റ് പരുവത്തിലാക്കിയതിന് ശേഷം വേണം മീനിലേക്ക് പുരട്ടാൻ. ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 1-2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഈ മീനിലൊന്ന് തേച്ച് പിടിപ്പിക്കണം. അതായത് നമ്മൾ ഈ വരഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, അതിനിടയിലും എല്ലാം ഇത് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. ഇപ്പം ആ മീനിലേക്ക് അതെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഈ മീനിൽ പിടിക്കുന്നിടം വരെ, അതായത് ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കരിമീൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാനാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. പാൻ ഇപ്പം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെയുള്ള നാടൻ കറികൾക്കൊക്കെ എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കരിമീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ മുഴുവൻ വേകുന്നിടം വരെ ഫ്രൈ ചെയ്യണ്ട. ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അതാണ് അതിൻ്റെ പരുവം. ഇപ്പം ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് ഈ മീൻ രണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഈ 2 കരിമീനിൻ്റെ 2 സൈഡും ഒരു 1/4 ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനി എണ്ണയിൽ നിന്ന് മാറ്റാം. കരിമീൻ പൊള്ളിച്ചതിന് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മീഡിയം സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 20 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി അരിയാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവോളയും കൂടെ ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞെടുത്ത് വെച്ചാൽ മതി. പക്ഷെ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചതിന് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഒരു മീഡിയം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് കീറിയെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ വേണ്ടുന്നത് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ കഷ്ണം വാളംപുളി. കുടംപുളിയല്ല, വാളംപുളിയാണ്. വളരെ ചെറിയ കഷ്ണമാണ്. ഒരു ചെറിയ ഉള്ളിയുടെയൊക്കെ വലുപ്പം വരും, അത്രേ ഉള്ളൂ. ഇതിനകത്തേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്ത് പിഴിഞ്ഞെടുക്കണം. 1/4 കപ്പ് കട്ടി തേങ്ങാപ്പാൽ. ഇത് കൂടാതെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി വേണം. ഞാനിവിടെ എടുത്തു വെക്കാൻ മറന്നുപോയതാണ്. ഇനി നമുക്ക് മീനിൻ്റെ മേലയിലേക്ക് വെക്കാനുള്ള മസാല തയ്യാറാക്കാം. ഇപ്പോൾ ഈ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. അതൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ ആ മീൻ ഫ്രൈ ചെയ്ത എണ്ണ ബാക്കിയില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സവോള, അതിനൊപ്പം തന്നെ ചെറിയ ഉള്ളി, ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവോളയ്ക്കും ചെറിയ ഉള്ളിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം മതി. കാരണം നമ്മൾ മീനിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടാണല്ലോ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കരിമീൻ ഈ മസാലയും കൂടെയൊക്കെ ചേർത്ത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി ഇത് ഈ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ വഴലണം. സവോള ഇപ്പം ഒരുവിധം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ
ചേർത്ത് കൊടുക്കാം. ഇനി ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ്. അതായത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഈ പൊടികളും കൂടി ഇതിൽ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന പച്ചമുളകും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഒരു മീഡിയം തക്കാളി കൂടി ഇതിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും ഇതിൽ കിടന്ന് നല്ലതുപോലെ ഉടഞ്ഞു കിട്ടണം. അതുവരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പോൾ ആ തക്കാളി നല്ലതുപോലെ ഉടഞ്ഞ് ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുളിയാണ്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള കറക്റ്റ് പുളിയുണ്ട്. പക്ഷെ നമ്മൾ ഇനി ഇത് മീനിലേക്ക് വെക്കുമ്പോൾ മീനിലേക്കും കൂടെ ഒക്കെ ഈ പുളി ഒന്ന് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അല്പ പുളി മുന്നോട്ട് നിൽക്കണം. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ടേസ്റ്റ് നോക്കുമ്പോൾ പുളി മുമ്പോട്ടാണ് അല്ലെങ്കിൽ പുളി കൂടുതലാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ വാളംപുളി പിഴിഞ്ഞെടുത്ത വെള്ളം ചേർക്കണ്ട. അതേസമയം ഇപ്പോൾ പുളി കറക്റ്റാണ് അല്ലെങ്കിൽ കുറവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആ വാളംപുളി പിഴിഞ്ഞതിൽ നിന്ന് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഈ സവോളയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള കറക്റ്റ് പുളി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ വാളംപുളി പിഴിഞ്ഞ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നോക്കുമ്പോൾ പുളി ഒരല്പം മുമ്പോട്ടാണ്, പക്ഷെ അത് ഇനി മീനിലേക്ക് പിടിക്കുമ്പോഴത്തേക്കും അത് കറക്റ്റ് ആയിക്കോളും. ഇനി ഇതിലേക്ക് ചേർക്കാൻ ബാക്കിയുള്ളത് കുറച്ച് കറിവേപ്പിലയും പിന്നെ 1/4 കപ്പ് കട്ടി തേങ്ങാപ്പാലുമാണ്. ആ കട്ടി തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മാത്രം മതി, അല്ലാതെ തിളക്കി ഒന്നും വേണ്ട. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വാഴയില വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വാഴയിലയുടെ മുകളിലേക്ക് ഒരു ചെറിയ പീസ് വാഴയിലയും കൂടെ ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുവാണ്. ഇൻ കേസ് ഈ അടിയിലത്തെ വാഴയില പൊട്ടിപ്പോയാൽ നമ്മുടെ മീൻ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ ഇതുപോലൊരു പീസും കൂടെ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് കുറച്ച് ഇതുപോലെ വെച്ച് കൊടുക്കാം, നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൽ ഒരെണ്ണം ഒന്ന് വെക്കുക. ഇനി ഈ മീനിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ചുകൂടെ മസാല ഇതുപോലെ തന്നെ എല്ലായിടത്തേക്കും ഒന്ന് ആകുന്ന പോലെ നിരത്തി വെച്ച് കൊടുക്കാം. ആദ്യം ചെറിയ പീസ് വാഴയിലയുടെ 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ വലിയ പീസ് വാഴയില അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇതുപോലെ തന്നെ മടക്കിയെടുക്കാം. പിന്നെ ഈ 2 സൈഡും മടക്കി വാഴനാര് കൊണ്ട് തന്നെ നമുക്കൊന്ന് കെട്ടിയെടുക്കാം. ഇപ്പം ആ 2 മീനും ഞാൻ ഇതുപോലെ വാഴയിലയിൽ പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പൊള്ളിച്ചെടുക്കുന്നത് ദോശക്കല്ലിൽ വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ല് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. ചൂടായിട്ടുണ്ട്. ഇപ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന മീന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. തീ ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഓരോ സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു മണമാണ് ഇപ്പം തന്നെ വരുന്നത്. നമ്മുടെ അടിപൊളി കരിമീൻ പൊള്ളിച്ചത് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റിയാണ്. ഇനി നിങ്ങൾക്ക് വാഴയിലൊന്നും കിട്ടാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിലിൽ
കവർ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. പക്ഷെ ഞാൻ സാധാരണ അലുമിനിയം ഫോയിൽ വെച്ച് ചെയ്യുമ്പം സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെ പൊള്ളിച്ചതെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നല്ല ടേസ്റ്റിയാണ് അങ്ങനെ ചെയ്താലും. അപ്പം വാഴയിലയൊന്നും കിട്ടാൻ സൗകര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ ബൈ.